ഫസ്റ്റ് നമ്മൾ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തുണി 4ആയിട്ട് മടക്കണം. അതിനുശേഷം ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചാണ് എടുക്കാറ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ആവുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ച് എടുക്കുകയാണ്. അതിനുശേഷം അത് വരച്ച് കൊടുക്കുക. ഇത് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഷോൾഡറാണ്. ഷോൾഡർ ഒരു 4.5 എടുത്താൽ മതി. 4.5 എടുക്കുക. അത് തന്നെ ആം ഹോൾ വരുന്നത് 4.5 തന്നെയാണ്. പിന്നെ നമുക്ക് അതൊരു ലൈനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ആ ലൈനിൽ നിന്ന് മുകളിലോട്ട് ചെസ്റ്റ് ലൈനിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് ഷോൾഡർ സ്ട്രാപ്പ് കൊടുക്കുന്നത് നമ്മൾ 1 ഇഞ്ചിലല്ലേ, അപ്പോൾ അവിടേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. പിന്നെ നമ്മൾ ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ആ 2 ഇഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ചെസ്റ്റ് ഞാൻ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. വേസ്റ്റ് കൊടുക്കുന്നത് 5.25 ഇഞ്ചാണ്. അതിന് സൈഡിലായിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ലെങ്ത്ത് നമ്മൾ 7 ഇഞ്ച് എടുത്തില്ലേ, അതിന് താഴോട്ടൊരു 1/2 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് വേസ്റ്റ് ലൈനിലോട്ടൊരു ഷേപ്പ് കൊടുക്കുക. നമുക്കിവിടെ 2 പീസ് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഷോൾഡർ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കാം. നമുക്ക് 14 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 14ൻ്റെ 3 ഇരട്ടി എടുക്കണം. ലെങ്ത്ത് 13ഉം വിഡ്ത്ത് ഈ വേസ്റ്റിൻ്റെ 3 ഇരട്ടി എടുക്കണം. അങ്ങനെ ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എത്ര വേണം നോക്കാൻ വേണ്ടിയിട്ട്
ആ സ്ട്രാപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ യോക്ക് പോർഷൻ വെച്ചിട്ട് 4.5 കറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് നിർത്തുക. അവിടെ ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തെ പോർഷനിൽ നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. സ്ട്രാപ്പ് പോർഷൻ 2.5 എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2.5 പ്ലസ് 2.5 കൂട്ടിയാൽ 5 ഇഞ്ച്. അപ്പോൾ 5 ഇഞ്ചിലാണ് നമുക്ക് പ്ലേറ്റുള്ള ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഫാബ്രിക് കട്ട് ചെയ്യണം. അതിന് ലെങ്ത്ത് വരുന്നത് ഈ 5 ഇഞ്ച് എന്ന് പറഞ്ഞില്ലേ, 5 ഇഞ്ചിൻ്റെ 3 ഇരട്ടി, അതായത് 15 ഇഞ്ചിലാണ് എടുക്കേണ്ടത്. 15 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് 5 ഇഞ്ചിലേക്ക് എത്തുന്നതാണ് കേട്ടോ. കറക്റ്റ് ഞാൻ 15 ഇഞ്ചിൻ്റെ സെൻറ്റർ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുണീനെ നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് അതിനെ 2ആയിട്ട് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു ലൈന് വരച്ച് കൊടുക്കണം. അതൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലേക്കാണ് വരുന്നത്. അതിനെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം അതിനെ പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലേറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബോക്സ് പ്ലേറ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ടൊരു ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് 2 സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് അങ്ങനെ പ്ലേറ്റുകൾ കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെയാണ് വരുന്നത്. ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്. ഇനി നമുക്കിത് ഷോൾഡർ സ്ട്രാപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അരികത്ത് കൂടെ കറക്റ്റായിട്ട് ആ 5 ഇഞ്ചിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അതിനെ മടക്കി 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് 1 ഇഞ്ചാണ് സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അരികത്ത് കോഡായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത പീസ് നമുക്ക് യോക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ സ്ലീവ് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ആ പ്ലേറ്റിൻ്റെ അരികത്ത് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ 2 സൈഡും എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലും അത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് കറക്റ്റ് ആ 5 ഇഞ്ച് വരുന്നില്ലേ, അതിൻ്റെ അവിടെ തന്നെ സ്റ്റിച്ച് വരണം. അതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് അറിയാമല്ലോ, അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു പതിച്ചടി സൈഡ് കൂടെയൊക്കെ പതിച്ചടിക്കണം.
ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു, നമ്മളൊരു സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട് ബാക്കിൽ ടൈ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 ഇഞ്ച് വീതിയിൽ ഒരു 15 ഇഞ്ച് നീളത്തിലുള്ളൊരു ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ വെച്ചിട്ട് ഈ യോക്ക് പോർഷൻ്റെ സൈഡിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് അത് പ്ലീറ്റ് ഇടാൻ തരത്തിൽ വേണം അടിച്ചു കൊടുക്കാൻ, ഒരു അരയിഞ്ച് വിട്ടിട്ട്. ഇപ്പം നമ്മൾ ബോട്ടം പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലോങ് റണ്ണിങ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് അതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ പ്ലീറ്റായിട്ട് വന്നോളും. അത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വേസ്റ്റ് പോർഷൻ എത്രയും നമ്മൾ അളന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്ട്രാപ്പ് കണ്ടോ, അതിൻ്റെ അരികത്ത് കൂടെ തന്നെയാണ് പ്ലീറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ വരണം. പിന്നെ അതിന് ശേഷം ലൈനിങ്ങും നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഇത് വയ്ക്കാം, ലൈനിങ് വയ്ക്കാം. ലൈനിങ് വെച്ചിട്ട് ഒരു അരയിഞ്ചിൽ അടിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ആ സ്റ്റിച്ച് പോകുന്നത് ഉള്ളിലോട്ട് കാണാൻ പാടില്ല, പുറത്തോട്ട് കാണാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ സൈഡ് ഞാൻ നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഒരു ആ യോക്ക് പോർഷന് താഴോട്ടൊരു 2 ഇഞ്ച് അത്ര മതി കേട്ടോ. അതങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേണം പിന്നെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ 2 ഇഞ്ച് വരെ അടിച്ച് വെച്ചിട്ടില്ലേ, അവിടെ നിന്ന് 2 ഇഞ്ച് വരെ അടിച്ച് വെച്ച് അവിടെ നിന്ന് പിന്നെ നമ്മൾ ലൈനിങ് വിട്ടിട്ട് മെയിൻ പീസ് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ മെയിൻ പീസ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. അതിന് ശേഷം മെയിൻ പീസ് അകത്തോട്ട് വെച്ചിട്ട് പിന്നെ ലൈനിങ് കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് മടക്കി അടിക്കണം. കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ ഫ്രോക്ക്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണേ. എല്ലാവരും ചെയ്ത് നോക്കണേ. കമൻറ്റ് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.